പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം എല്ലാം ആരോഗ്യത്തോടു കൂടി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെൽത്തി ഫുഡാണ്. ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ശരീരത്തിന് വേണ്ട അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണമാണ്. അതിനെ സമീകൃത ആഹാരം അല്ലെ ബാലൻസ്ഡ് ഡയറ്റ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. നമുക്ക് നമ്മുടെ പ്രധാന പോഷകങ്ങൾ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, അതുപോലെ തന്നെ പ്രോട്ടീനാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതുകൂടാതെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന പോഷക വിദഗ്ധർ വിളിക്കുന്ന ഒരു കൂട്ടം പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. അവ വളരെ ചെറിയ അളവിൽ മാത്രം നമ്മുടെ ശരീരത്തിന് ലഭിച്ചാൽ മതി. പക്ഷേ അവ വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്. അവയുടെ അഭാവത്തിൽ പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് 70 മിനറൽസും അതുപോലെ തന്നെ 20 വിറ്റമിൻസും 15 ഫൈറ്റോ കെമിക്കൽസും ആവശ്യമുണ്ട് എന്നാണ് WHO പറയുന്നത്. അപ്പോൾ ഈ പോഷകങ്ങളെപ്പറ്റി എല്ലാം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ചെറിയ സമയം കൊണ്ട് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോഷകങ്ങൾ, അതായത് അവയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവ ഏതെല്ലാം നാച്ചുറലായിട്ടുള്ള സോഴ്സിൽ കൂടി നമുക്ക് ലഭ്യമാകും, അവയ്ക്ക് സപ്ലിമെൻ്റ് ആവശ്യമാണോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മളിന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പോഷകങ്ങളുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. നിങ്ങളെല്ലാവരും അനീമിയയെ പറ്റി കേട്ടിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ധാതുവായ അയൺ അല്ലെ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. അപ്പോൾ അയണിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് അനീമിയ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ എയുടെ കുറവ്, അതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നു. അതായത് കുട്ടികൾക്കൊക്കെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നൊരു രോഗം ഉണ്ടാകുന്നു. സന്ധ്യാസമയത്ത് അവരുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നു. അതാണ് വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. വൈറ്റമിൻ ബി കോംപ്ലക്സ്, പലതരം വൈറ്റമിൻസ് ഉണ്ട്. അത് നമ്മുടെ നാഡീഞരമ്പിനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വൈറ്റമിൻ ബി കോംപ്ലക്സും കാഴ്ചയ്ക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഞരമ്പിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ നമുക്ക് കാലുകൾക്ക് പെരുപ്പ്, മരപ്പ്, വേദന തുടങ്ങിയ പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ സി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന വൈറ്റമിനാണ്. അത് നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ ധാരാളമുണ്ട്. വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടും പല രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന റിക്കറ്റ്സ് എന്ന് വിളിക്കുന്നു. മുതിർന്നവർക്കുണ്ടാകുന്ന രോഗത്തെ ഓസ്റ്റിയോ മലേഷ്യ എന്ന് വിളിക്കുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് നമുക്ക് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നെ വൈറ്റമിൻ ഇ നമുക്ക് വന്ധ്യത ഉണ്ടാകുവാനുള്ള കാരണമാകുന്നു. അതുപോലെ തന്നെ നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മുടെ എല്ലുകൾ പെട്ടെന്ന് ഒടിയാൻ സാധ്യതയുണ്ട്. ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നുണ്ട്. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടും നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ജീവിതശൈലി രോഗങ്ങൾ നിങ്ങൾക്കറിയാം, പ്രമേഹവും അതുപോലെ തന്നെ ഹൃദയാഘാതവും ഏറ്റവും മുൻപന്തിയിൽ സാധാരണയായിട്ടുള്ള രോഗങ്ങളാണ്. ഇവ രണ്ടും ഉണ്ടാകുന്നതിൽ ചില പോഷകങ്ങളുടെ കുറവ് അതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ മിക്കവർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്. പക്ഷേ പല പോഷകങ്ങളുടെയും കുറവ് മൂലവും നമുക്ക് പ്രമേഹം ഉണ്ടാകാം, നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. പ്രമേഹം ഉണ്ടാകുന്നതിന് പ്രധാനമായിട്ടും 3-4 പോഷകങ്ങളുടെ കുറവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രോമിയം എന്നൊരു ധാതു. ഈ ക്രോമിയം നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിക്കും. ഗ്ലൂക്കോസ് ശരിക്കും നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ക്രോമിയം. ഈ ക്രോമിയത്തിൻ്റെ കുറവ് നമുക്കുണ്ടെങ്കിൽ അവർക്ക് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഒരു ദിവസം ഏതാണ്ട് നമുക്ക് 300 മൈക്രോഗ്രാം ക്രോമിയം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടും നമുക്ക് പ്രമേഹം ഉണ്ടാകാം. പ്രമേഹമുള്ള ഒരാൾക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ വൈറ്റമിൻ ഡി പരിശോധിച്ച് അത് കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു ധാതുവുണ്ട്, അതായത് വൈറ്റമിൻ ഇയുടെ കുറവ് കൊണ്ടും നമുക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മഗ്നീഷ്യം എന്നൊരു ധാതുവുണ്ട്, അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ കുറവ് കൊണ്ടും പലർക്കും പ്രമേഹം ഉണ്ടാകുന്നുണ്ട്. ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഡയബറ്റീസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഹൃദയാഘാതത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും നമുക്ക് ചില പോഷകങ്ങളുടെ കുറവ് നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഹോമോസിസ്റ്റിൻ എന്നൊരു ഘടകത്തെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഹൃദയാഘാതം ഉണ്ടാകുന്നതിന് ഒരു അപകട ഘടകമാണ് ഹോമോസിസ്റ്റിൻ. അത് നമ്മുടെ രക്തപരിശോധനയിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഹോമോസിസ്റ്റിൻ്റെ അളവ് അത് നമ്മുടെ രക്തത്തിൽ കൂടുമ്പോൾ അവർക്ക് ഹൃദയാഘാത സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ഈ ഹോമോസിസ്റ്റിൻ ഒരു അമിനോ ആസിഡ് ഡീഗ്രഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്. അതൊരു വിഷവസ്തുവാണ്. അതിനെ ഇല്ലാതാക്കുവാൻ ചില വൈറ്റമിൻസ് സഹായിക്കുന്നുണ്ട്. അതായത് വൈറ്റമിൻ B6, അതുപോലെ തന്നെ ഫോളിക് ആസിഡ്,
ആസിഡ്, വൈറ്റമിൻ B12, ഈ 3 വൈറ്റമിനുകളും നമ്മുടെ ശരീരത്തിൽ സാധാരണ ലെവലിലുണ്ടെങ്കിൽ ഹോമോസിസ്റ്റിൻ്റെ അളവ് കൂടുകയില്ല, നമുക്ക് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഹൃദയാഘാത സാധ്യത കുറവാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിരവധി രോഗങ്ങളാണ് നമുക്ക് ഈ പോഷകങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്നത്. പ്രോട്ടീൻ്റെ കുറവ് മൂലവും കുട്ടികളിൽ ചില രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ പേശികളുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ ആവശ്യമാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ കുട്ടികൾ നല്ലപോലെ വളരുന്നില്ലെങ്കിൽ അത് ചിലപ്പോൾ പ്രോട്ടീൻ്റെ കുറവുകൊണ്ടായിരിക്കാം. പിന്നെ കാഷിയോക്കർ എന്നും പറഞ്ഞൊരു രോഗമുണ്ട്, അതൊക്കെ കുട്ടികളുടെ വളർച്ചയെ ബാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഈ പോഷകങ്ങളുടെ കുറവ് നമുക്ക് എങ്ങനെ കണ്ടെത്താം, അതിന് ഏതെല്ലാം പരിശോധനകളാണ് വേണ്ടത് എന്നാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്നത്. ശാരീരിക പരിശോധനയിലൂടെ തന്നെ പലപ്പോഴും പോഷകങ്ങളുടെയും കുറവ് ഡോക്ടർമാർക്ക് കണ്ടെത്താൻ പറ്റും. കണ്ണിൻ്റെ താഴത്തെ പോള നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവുണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെ പല പരിശോധനകളുമുണ്ട്. ഏറ്റവും പ്രധാനം നമുക്ക് ഏതെല്ലാം ലാബ് ടെസ്റ്റുകളാണ് ഇങ്ങനെയുള്ള പോഷകങ്ങളുടെ കുറവ് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള രക്തപരിശോധനകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഏറ്റവും നമ്മൾ സാധാരണ പരിശോധിക്കുന്ന കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അതിനകത്ത് ഹീമോഗ്ലോബിൻ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ നമുക്ക് കുറവുണ്ടെങ്കിൽ നമുക്ക് അയണിൻ്റെ കുറവുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം. അതുപോലെ തന്നെ RBCയുടെ കുറവുണ്ടെങ്കിലും നമുക്ക് വൈറ്റമിൻ B12ൻ്റെ കുറവുണ്ട് എന്ന് വിലയിരുത്താം. പിന്നെ മറ്റ് ചില പരിശോധനകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വൈറ്റമിൻ D ആണ്. ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് ഇന്നൊരു ആഗോള പ്രശ്നമാണ്. നമ്മൾ മിക്കവരുടെയും രക്തം പരിശോധിച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ D ഇന്ന് കുറവാണ്. ഏതാണ്ട് 90% ആൾക്കാർക്കും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് മറ്റ് പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മൾ കണ്ടെത്തുന്നത് രക്തപരിശോധനയിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ, അല്ലെങ്കിൽ തൈറോയിഡിനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ നോക്കുമ്പോൾ ഒക്കെ വൈറ്റമിൻ ഡി റുട്ടീനായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. എല്ലാവരും അത് നോക്കേണ്ടതാണ്. മിക്ക ആൾക്കാർക്കും അത് കുറവായിട്ടാണ് പലപ്പോഴും കാണുന്നത്. പിന്നെ മറ്റു പല വൈറ്റമിൻസിൻ്റെ കുറവ് നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയുണ്ട്. അത് വൈറ്റമിൻ പാനൽ ടെസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻസ്, അതായത് വൈറ്റമിൻ ഡി അതിനകത്ത് നോക്കുന്നുണ്ട്, വൈറ്റമിൻ B12 അതിനകത്ത് നോക്കുന്നുണ്ട്, ഫോളിക് ആസിഡ് നോക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് വൈറ്റമിൻസ് ആ ടെസ്റ്റിലൂടെ നമുക്ക് അതിൻ്റെ കുറവ് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ്, അതായത് മിനറൽസ് എല്ലാം കൂടെ കൂടിയ മൈക്രോ ന്യൂട്രിയൻസ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് അവൈലബിൾ ആണ്. അതിനകത്ത് നമ്മൾ കാൽസ്യം നോക്കുന്നുണ്ട്, ചില വൈറ്റമിൻസ് ഡി നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ B12 നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് സിങ്ക് നോക്കുന്നുണ്ട്, മഗ്നീഷ്യം നോക്കുന്നുണ്ട്. പിന്നെ കാൽസ്യത്തിൻ്റെ കുറവുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാൻ വേണ്ടി നമുക്ക് ബോൺ സ്കാൻ ചെയ്യാൻ പറ്റും. പിന്നെ സിറം ഇലക്ട്രോലൈറ്റ്സ് എന്നും പറഞ്ഞുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് സോഡിയം കുറവുണ്ടോ പൊട്ടാസ്യം കുറവുണ്ടോ എന്നുള്ളതൊക്കെ അറിയാം. പല പ്രായജന്യ ആൾക്കാർക്കും ഇന്ന് സോഡിയത്തിൻ്റെ കുറവുണ്ടാകുന്നുണ്ട്. അത് കണ്ടെത്തുന്നത് ഈ സിറം ഇലക്ട്രോലൈറ്റ്സ് ടെസ്റ്റ് നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ലാബറട്ടറിയിൽ ചെയ്യുന്ന പരിശോധനകൾ. പിന്നെ ഈ പോഷകങ്ങൾ എങ്ങനെ നമുക്ക് ലഭ്യമാകണം എന്ന് നമ്മളത് അറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ പോഷകങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടി നമുക്ക് ലഭിക്കേണ്ടതാണ്. അതിന് നമ്മൾ ധാരാളമായിട്ട് പച്ചക്കറികൾ കഴിക്കുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക, നമ്മൾ തവിടോടുകൂടിയ ധാന്യങ്ങൾ കഴിക്കുക. പിന്നെ നമ്മൾ മീറ്റിനകത്തുണ്ട്, മത്സ്യങ്ങളിലുണ്ട്, മുട്ടയ്ക്കകത്തുണ്ട്, ഡയറി പ്രൊഡക്ട്സിനകത്തുണ്ട്. ഇങ്ങനെയുള്ള പല ഭക്ഷണ സാധനങ്ങളിലും നമ്മൾ ഈ പറഞ്ഞ പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചില പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന കാര്യം നമ്മളെല്ലാവരും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് അത് 3 തരത്തിലുള്ള പോഷകങ്ങളുണ്ട്. ചില അമിനോ ആസിഡുകൾ, അതിനെ എസൻഷ്യൽ അമിനോ ആസിഡ് എന്നാണ് പറയുന്നത്. ഈ അമിനോ ആസിഡ് പ്രോട്ടീൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ അമിനോ ആസിഡുകൾ കൊണ്ടാണ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ ഏതാനും ചില അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അങ്ങനെ ഉൽപ്പാദനം നടന്നില്ലെങ്കിൽ നമ്മളത് മറ്റ് ഭക്ഷണ സാധനങ്ങളിൽ കൂടി നമ്മുടെ ശരീരത്തിൽ എത്തിക്കണം. ആനിമൽ പ്രോട്ടീൻസ് എല്ലാം കംപ്ലീറ്റ് പ്രോട്ടീനാണ്, അതിനകത്തെല്ലാം അമിനോ ആസിഡ് ഉണ്ട്. അപ്പോൾ ഈ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ വിവിധ ഭക്ഷ്യവർഗത്തിൽപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് ഈ എസൻഷ്യൽ അമിനോ ആസിഡ് കിട്ടും. പിന്നെ നമുക്ക് എസൻഷ്യൽ ഫാറ്റി ആസിഡ് എന്നും പറഞ്ഞുണ്ട്. അതായത് നിങ്ങളെല്ലാവരും omega-3 ഫാറ്റി ആസിഡിനെ പറ്റി കേട്ടിരിക്കും. ഈ omega-3 ഫാറ്റി ആസിഡ് ഏറ്റവും നല്ല കൊഴുപ്പാണ്. അത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും പ്രമേഹം വരാതിരിക്കുവാനും നമ്മുടെ കൊളസ്ട്രോൾ നിലവാരം കുറയ്ക്കുവാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ അത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി തന്നെ നമ്മുടെ ശരീരത്തിൽ അത് എത്തണം. അതായത് നമ്മൾ കഴിക്കുന്ന മത്സ്യങ്ങളിനകത്ത് omega-3 ഫാറ്റി ആസിഡുണ്ട്, മത്സ്യത്തിൻ്റെ ലിവർ ഓയിലിനകത്ത് omega-3 ഫാറ്റി ആസിഡുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന നട്ട്സ്, ബദാം, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, വാൾനട്ട് തുടങ്ങിയവയിലൊക്കെ omega-3 ഫാറ്റി ആസിഡ് ധാരാളമായിട്ടുണ്ട്, ഒളിവ് ഓയിലിനകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ നമുക്ക് ഈ എസൻഷ്യൽ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കാൻ കഴിയും. പിന്നെ മൂന്നാമതായിട്ട് ചില B കോംപ്ലക്സ് വൈറ്റമിൻ, പ്രത്യേകിച്ച് വൈറ്റമിൻ B12
നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി നമ്മുടെ ശരീരത്തിൽ എത്തിക്കണം. ശരീരത്തിലെ പല മെറ്റബോളിസത്തിനും B12 ആവശ്യമാണ്. നമ്മുടെ ഹൃദയാഘാതം വരാതിരിക്കാൻ നമ്മളെ സംരക്ഷിക്കുന്ന ഹോമോസിസ്റ്റൻ്റെ അളവ് കുറയ്ക്കാൻ B12 ആവശ്യമാണ്. അങ്ങനെ B12 നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ള ഒരു വൈറ്റമിനാണ്. മീറ്റിനകത്ത് ധാരാളമായിട്ട് ഈ വൈറ്റമിൻ B12 ഉണ്ട്. മുട്ടയ്ക്കകത്തുണ്ട്, ഡയറി പ്രോഡക്ട്സിനകത്തൊക്കെ ഉണ്ട്, പാലുണ്ട്, പാൽ ഉൽപ്പന്നങ്ങളിലുണ്ട്, പിന്നെ വളരെ ചെറിയ അളവിലാണെങ്കിലും നമ്മുടെ ധാന്യങ്ങളിലുണ്ട്. അപ്പോൾ ഈ വക ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് B12ൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് കഴിയും. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതായത് നമുക്ക് ഈ പോഷകങ്ങളുടെ കുറവ് നികത്തുവാൻ നമുക്ക് സപ്ലിമെൻ്റ് ആവശ്യമാണോ എന്നതാണ്. അതിനെപ്പറ്റി രണ്ട് അഭിപ്രായം ഡോക്ടർമാരുടെ ഇടയിലുണ്ട്. അതായത് കുറച്ച് ഡോക്ടർമാർ പറയുന്നത് നമ്മൾ സപ്ലിമെൻ്റ് ഒന്നും കഴിക്കേണ്ട കാര്യമില്ല, നമ്മൾ അവയടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ മാത്രം കഴിച്ചാൽ മതി, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളവ ആ ഭക്ഷണത്തിൽ നിന്നും കിട്ടുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മറ്റു ചില ഡോക്ടർമാരാകട്ടെ പറയുന്നത് അത് പോരാ, നമ്മൾ തീർച്ചയായിട്ടും വൈറ്റമിൻ സപ്ലിമെൻറ്റ് കഴിക്കണം എന്നാണ് പറയുന്നത്. പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ ഞാൻ വൈറ്റമിൻ സപ്ലിമെൻറ്റ് കഴിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ഡോക്ടറാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ പോഷകങ്ങളെല്ലാം കൂടുതലും അടങ്ങിയിരിക്കുന്നത് പച്ചക്കറികളിലും പഴങ്ങളിലുമാണ്. ഇന്നത്തെ നമ്മുടെ തലമുറ പച്ചക്കറികളും പഴങ്ങളും കഴിക്കാൻ ഒരു വൈമുഖ്യം കാണിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരത് ഡെയിലി ഉപയോഗിക്കുന്നില്ല. 300 ഗ്രാം പച്ചക്കറികളും 150 ഗ്രാം പഴങ്ങളും ഒരു ദിവസം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒരു ദിവസം 4 or 5 പ്രാവശ്യം കഴിക്കണം എന്നാണ് WHO നിഷ്കർഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വൈറ്റമിൻസും മിനറൽസും ശരീരത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. എങ്കിലും ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും ഒക്കെ ഈ ധാതുക്കളും അതുപോലെ തന്നെ വൈറ്റമിൻസും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇന്നത്തെ ഈ ഭൂമിയിൽ ഈ ധാതുക്കളുടെ അളവ് വളരെ കുറഞ്ഞു വരികയാണ്. കാരണം നമ്മൾ കൃഷി ആവശ്യത്തിന് വേണ്ടി കൂടുതലും രാസവളങ്ങളും കീടനാശിനികളുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മണ്ണിൻ്റെ ആ രാസഘടന തന്നെ മാറിയിരിക്കുകയാണ്. മണ്ണിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ധാതുക്കൾ ഇന്ന് ലഭ്യമല്ല. ഈ സസ്യങ്ങൾക്കൊന്നും ഈ ധാതുക്കൾ നിർമ്മിക്കുന്നില്ല. സസ്യങ്ങൾക്ക് ഈ ധാതുക്കളെ കിട്ടുന്നത് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ അവയില്ലെങ്കിൽ ആ സസ്യങ്ങൾക്ക് അത് കിട്ടുകയില്ല. അപ്പോൾ അവയുണ്ടാക്കുന്ന പച്ചക്കറിയോ അല്ലെങ്കിൽ പഴങ്ങളിലോ ഒക്കെ ഈ ധാതുക്കളുടെ അഭാവമുണ്ട്. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ധാതുക്കൾ ലഭിക്കുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, നമ്മൾ ഈ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന പല വിഭവങ്ങളും നമ്മൾ റിഫൈൻഡ് ചെയ്താണ് അല്ലെ പ്രക്രിയാവിധേയമാക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാം, നമ്മൾ സാധാരണ കഴിക്കുന്ന അരി, അതായത് ചാക്കരി, പച്ചരി, കുത്തരി തുടങ്ങിയ നമ്മൾ ചോറിന് വേണ്ടി ഉപയോഗിക്കുന്ന അരികളെല്ലാം അത് പ്രക്രിയാവിധേയമാക്കിയാണ് അല്ലെ റിഫൈൻഡ് ആക്കിയതാണ്. റിഫൈൻഡ് ആക്കുമ്പോൾ അവരതിൻ്റെ തവിട് നീക്കം ചെയ്യുന്നു. തവിട് നീക്കം ചെയ്യുന്നത് കൊണ്ട് അതിലടങ്ങിയിരിക്കുന്ന നാരുകൾ നഷ്ടപ്പെടുന്നു, അതിലടങ്ങിയിരിക്കുന്ന തൈമീൻ പോലെയുള്ള വൈറ്റമിൻസ് നഷ്ടപ്പെടുന്നു, അതിലടങ്ങിയിരിക്കുന്ന മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ ധാന്യങ്ങൾ നമ്മൾ റിഫൈൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏതാണ്ട് 23-ൽ പരം പോഷകങ്ങൾ നഷ്ടപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ പോഷകങ്ങൾക്ക് നഷ്ടം വരുന്നു. അതായത് നമ്മൾ മീറ്റ് നമ്മൾ റെഫ്രിജറേറ്ററിൽ ഫ്രീസറിനകത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ ഏതാണ്ട് അതിൻ്റെ 50% പോഷകങ്ങൾ നഷ്ടപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മറ്റു പല വെജിറ്റബിൾസ് അല്ലെ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ മുറിച്ച് കഴിഞ്ഞ് നമ്മൾ 3 മണിക്കൂറിലധികം കഴിഞ്ഞാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഏതാണ്ട് 40 മുതൽ 50% പോഷകങ്ങളും നഷ്ടപ്പെടുന്നു എന്നാണ്. സാലഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും ഇതേ തന്നെയാണ് സ്ഥിതി. പിന്നെ നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോഴും കൂടുതൽ സമയം നമ്മൾ വേവിക്കുമ്പോഴും എണ്ണ ഉപയോഗിക്കുമ്പോഴും എണ്ണയിലിട്ട് വറക്കുമ്പോഴും ഒക്കെ പോഷക നഷ്ടം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഈ മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ കുറവ് കൊണ്ട് എന്തെല്ലാം രോഗങ്ങളാണ് നമുക്കുണ്ടാകുന്നത്, അവ നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ ലഭ്യമാക്കാം, അതുപോലെ തന്നെ അവ അങ്ങനെ ലഭ്യമാകുന്നില്ലെങ്കിൽ നമുക്ക് സപ്ലിമെൻ്റ് ആവശ്യമാണോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക, അവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.